സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വിഷമുള്ള പാമ്പുകൾ താമസിക്കുന്ന ഒരു രാജ്യത്തെക്കുറിച്ചാണ്. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പക്ഷിയും ഇവിടെയുണ്ട്. ഇവിടെ ആടുകളുടെയും കങ്കാരുക്കളുടെയും എണ്ണം മനുഷ്യരെക്കാൾ വളരെ കൂടുതലാണ്. പക്ഷേ സാക്ഷരതാ നിരക്ക് സുഹൃത്തുക്കളെ, ഈ രാജ്യം നിറയെ ചൂതാട്ടക്കാരും ഭാര്യാഭർത്താക്കന്മാരും ഉണ്ട്. ആധുനിക സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്ന മനോഹരമായ ഓസ്ട്രേലിയൻ രാജ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അതിനാൽ സമയം കളയാതെ നമുക്ക് ഓസ്ട്രേലിയയുടെ നിധി പെട്ടി തുറക്കാം. പക്ഷേ വീഡിയോ ആരംഭിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായി ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെയുണ്ടെങ്കിൽ ചെയ്യരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓസ്ട്രേലിയയുടെ ഔദ്യോഗിക നാമം കോമൺവെൽത്ത് ഓഫ് ഓസ്ട്രേലിയയാണ്. ഈ രാജ്യം എല്ലാ വശത്തും കടലാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. അതിന്റെ ഒരു വശത്ത് ഇന്ത്യൻ മഹാസമുദ്രം. പസഫിക് മഹാസമുദ്രം ഇന്ത്യയേക്കാൾ ഇരട്ടി വലിപ്പമുള്ളതും ലോകത്തിലെ ഏറ്റവും ചെറിയ ഭൂഖണ്ഡവുമാണ്. 2,64,39,000 ജനസംഖ്യ, 7,692 24 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു. കാരണം ഈ രാജ്യത്ത് മൊത്തം 86% വിസ്തൃതിയിൽ 3 പേരെ മാത്രമേ കാണൂ. രാജ്യത്തെ ജനസംഖ്യ നഗരങ്ങളിൽ താമസിക്കുന്നു, 14% മാത്രമേ ഗ്രാമങ്ങളിൽ താമസിക്കുന്നുള്ളൂ. ഇന്ത്യയുടെ ശരാശരി പ്രായം 38.5 വയസ്സാണ്. അതായത് ഈ രാജ്യവും ചെറുപ്പമല്ല. തീരപ്രദേശത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെയുള്ള തീരപ്രദേശത്തിന് ഏകദേശം 34,218 കി.മീ. നീളമുണ്ട്. ഈ രാജ്യത്ത് 200-ലധികം ഭാഷകൾ ഉണ്ടെങ്കിലും ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ 7ാമത്തെ തീരപ്രദേശമുള്ള രാജ്യമായി ഇത് മാറുന്നു. ഭാഷകൾ സംസാരിക്കുന്നു. ഇതിന് പ്രധാന കാരണം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഓസ്ട്രേലിയയിൽ വന്ന് സ്ഥിരതാമസമാക്കിയവരാണ്. ഓസ്ട്രേലിയയുടെ തലസ്ഥാനം മെൽബണോ സിഡ്നിയോ ആണെന്ന് നിങ്ങൾ കരുതുന്നു. കാരണം ഈ രാജ്യത്തിന്റെ തലസ്ഥാനം കാൻബെറയാണ്. എന്നാൽ മെൽബണും സിഡ്നിയും വലുതായതിനാൽ കാൻബെറയെ രാജ്യത്തിന്റെ തലസ്ഥാനമാക്കിയത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാമോ? നഗരങ്ങൾ. അപ്പോൾ ഇതിന് കാരണം സുഹൃത്തുക്കളെ, യഥാർത്ഥത്തിൽ മെൽബണിലെയും സിഡ്നിയിലെയും ആളുകൾ തങ്ങളുടെ നഗരം തലസ്ഥാനമാക്കണമെന്ന് പരസ്പരം പോരടിക്കാൻ തുടങ്ങി. അത്തരമൊരു സാഹചര്യത്തിൽ സർക്കാർ സ്ഥാപിക്കപ്പെട്ടു. അവർ രണ്ടും ഉപേക്ഷിച്ചു. അവരിൽ ക്യാമറയെ അവരുടെ തലസ്ഥാനമായി പ്രഖ്യാപിച്ചു. മെൽബൺ രാജ്യത്തെ ഏറ്റവും മനോഹരമായ നഗരമാണെന്ന് ഞങ്ങൾ നിങ്ങളോട് പറയാം. കാരണം ഇത് ഫോക്സ് സിറ്റി എന്നറിയപ്പെടുന്നു. കാരണം ഈ നഗരത്തിൽ നിങ്ങൾ ഓരോ 2ാം ഘട്ടത്തിലും കുറുക്കനെ കാണും. മറ്റ് രാജ്യങ്ങളിൽ ഓസ്ട്രേലിയയും അടിമത്തത്തിന്റെ മോശം ഘട്ടം കണ്ടിട്ടുണ്ട്. അത് ആർക്കും മറക്കാൻ കഴിയില്ല. പക്ഷേ 1901 ജനുവരി 1 അതുപോലെ ഈ രാജ്യവും ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. ഇന്നും ഇവിടെ ദേശീയ ദിനം ജനുവരി 26 ആഘോഷിക്കപ്പെടുന്നു. ഇത് കാരണം 1788 ജനുവരി 26 ഓസ്ട്രേലിയ അതിന്റെ ആദ്യത്തെ കോളനി സ്ഥാപിച്ചു. ഈ രാജ്യം മുമ്പ് ന്യൂ ഹോളണ്ട് എന്നും അറിയപ്പെട്ടിരുന്നുവെന്ന് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അറിയൂ. 1606-ൽ ഡച്ച് സഞ്ചാരിയായ വില്യം ജഞ്ചൻ ഈ രാജ്യം കണ്ടെത്തി. അദ്ദേഹം ഇതിന് ന്യൂ ഹോളണ്ട് എന്നും പേരിട്ടു. എന്നാൽ പിന്നീട് 1804-ൽ ബ്രിട്ടീഷ് സഞ്ചാരിയായ മാത്യു ഫൈൻഡേഴ്സ് ഇവിടെയെത്തി. ഇതിന് ടെറ ഓസ്ട്രേലിയ എന്ന് പേരിട്ടു. അതിനുശേഷം ഇത് ഓസ്ട്രേലിയ എന്നാക്കി മാറ്റപ്പെട്ടു. കാരണം ഈ രാജ്യത്ത് 1,200,000 അല്ലെങ്കിൽ 1804-ൽ ട്രാവലർ മാത്യു ഫൈൻഡേഴ്സ് ഇവിടെ എത്തി ടെറ ഓസ്ട്രേലിയ എന്ന് പേരിട്ടു. അതിനുശേഷം ഓസ്ട്രേലിയ എന്നാക്കി മാറ്റി. ഈ രാജ്യത്തിന് 100, 200, 500 അല്ല 12,000 ബീച്ചുകൾ ഉണ്ട്. നിങ്ങൾ ഇവ സന്ദർശിക്കണമെങ്കിൽ എല്ലാ ബീച്ചുകളും സന്ദർശിക്കുക. നിങ്ങളുടെ സമയത്തിന്റെ 32 വർഷമെങ്കിലും നിങ്ങൾ ചെലവഴിക്കേണ്ടി വരും. കാരണം സുഹൃത്തുക്കളെ, അവരുടെ ദൈർഘ്യം വളരെ കൂടുതലാണ്. മനോഹരമായ ബീച്ചുകൾക്കൊപ്പം ഓസ്ട്രേലിയയും ഒരു ദിവസം പോലും കാണാൻ കഴിയില്ല. വാട്ടർ സ്പോർട്സിന്റെ കാര്യത്തിൽ ഇവിടെ ഏറ്റവും പ്രശസ്തമാണ്. മനുഷ്യരെക്കാൾ കൂടുതൽ മൃഗങ്ങളുണ്ട്. ഈ ആടുകളെ ശേഖരിച്ച് ഒരു സ്കാർഫ് ഉണ്ടാക്കിയാൽ അത് 100 തവണ ചുറ്റിക്കറങ്ങാം. സുഹൃത്തുക്കളെ, നിങ്ങൾ ഏകദേശം കണ്ടിട്ടുണ്ടോ? മനുഷ്യർ, കുതിരകൾ, കാളകൾ, ഒട്ടകങ്ങൾ എന്നിങ്ങനെയുള്ള എല്ലാ വലിയ മൃഗങ്ങളെയും കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകില്ല. എന്നാൽ ഓസ്ട്രേലിയയിൽ ഏറ്റവും സവിശേഷമായ റേസ് സംഘടിപ്പിക്കാറുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? എല്ലാ വർഷവും കോക്രോച്ച് റേസിംഗ് സംഘടിപ്പിക്കാറുണ്ട്. രാജ്യത്തെ ബ്രിസ്ബെയിൻ നഗരം
അവിടെ കാക്കപ്പൂക്കളുടെ ഒരു മത്സരം നടക്കുന്നു. എന്നാൽ ഈ നാട്ടിൽ എമുവും കങ്കാരുവും ഉണ്ടെന്നതാണ് സത്യം. പുലർച്ചെ 4 മണി കഴിഞ്ഞ് 16 മിനിറ്റ്. കാക്കകൾക്കൊപ്പം മുയലുകളുടെ എണ്ണവും വളരെ മികച്ചതാണ്. ഇത് ചൈനയേക്കാൾ കൂടുതലാണ്. ഈ രാജ്യത്ത് ഒരു ദ്വീപുമുണ്ട്, പക്ഷേ ഞണ്ടുകളുടെ പാത്തയുണ്ട്. ഈ ദ്വീപിന്റെ പേര് സുഹൃത്തുക്കൾ എന്നാണ്. ക്രിസ്മസ് ദ്വീപ് നവംബർ മാസത്തിൽ ഈ ഞണ്ടുകൾ ദ്വീപിൽ എത്തുമ്പോൾ എല്ലാ ഞണ്ടുകളും ഇവിടെ താമസിക്കുന്നു. അവർ കടന്നുപോകുമ്പോൾ വാഹനഗതാഗതവും ആളുകളും പൂർണ്ണമായും നിലച്ചിരിക്കുന്നു എന്നതാണ് ഈ ഞണ്ടുകൾക്കായി നാട്ടിൽ ഫ്ലൈ ഓവറുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഒട്ടകപ്പക്ഷിക്കും എമുവിനും ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ പക്ഷിയായ കാസേരി ഓസ്ട്രേലിയയിൽ തന്നെ അതിന്റെ കോളനി സ്ഥാപിച്ചു. അത് മനുഷ്യനെ കൊന്ന് തിന്നുന്നത് അതിന്റെ ഇടത് കൈയാണ്. അതിന്റെ ഭയാനകമായ കേർണൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് കാരണം. സുഹൃത്തുക്കളെ, പാമ്പുകളുടെ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്കും വിറയൽ തോന്നുകയാണെങ്കിൽ ഓസ്ട്രേലിയയിലേക്ക് പോകാൻ നിങ്ങളുടെ ഹൃദയം ശക്തിപ്പെടുത്തേണ്ടി വരും. കാരണം ഈ രാജ്യത്ത് മിക്കവാറും എല്ലാ ഓസ്ട്രേലിയയിലും കാണപ്പെടുന്നു. അവ എന്റെ രാജ്യം ഭരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വിഷമുള്ള 25 പാമ്പുകളിൽ 20 എണ്ണവും ഓസ്ട്രേലിയയിലാണ്. എന്നിരുന്നാലും ജോലി മുതൽ പണം വരെ, നല്ല ശമ്പളം മുതൽ വീടും കാറും വരെ എല്ലാം ലഭ്യമായ ഒരു വികസിത രാജ്യമാണ് ഓസ്ട്രേലിയ. എന്നാൽ ഇവിടെ സാക്ഷരത വളരെ കുറവാണ് സുഹൃത്തുക്കളെ. ഈ രാജ്യത്തെ സാക്ഷരതാ നിരക്ക് 44 മാത്രമാണ്. എന്നാൽ ഈ രാജ്യത്ത് സ്ത്രീകൾക്ക് വളരെയധികം ബഹുമാനമുണ്ട്. അവർക്ക് എന്ത് വസ്ത്രം ധരിക്കാം ആഗ്രഹിക്കുന്നു, അവർക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. അവരെ തടയാൻ ആരുമില്ല. ന്യൂസിലൻഡിന് ശേഷം സ്ത്രീകൾക്ക് വോട്ടവകാശം നൽകിയ ലോകത്തിലെ 2ാമത്തെ രാജ്യമാണ് ഓസ്ട്രേലിയ. 1894-ൽ അവർക്ക് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നിൽക്കാനുള്ള അവകാശവും ലഭിച്ചു. 1899-ൽ വെസ്റ്റേൺ ഓസ്ട്രേലിയ. 1902-ൽ ഓസ്ട്രേലിയയിലെ ഓരോ വെള്ളക്കാരിക്കും കോമൺവെൽത്ത് ഫ്രാഞ്ചൈസിയിൽ വോട്ടവകാശം ലഭിച്ചു. ഈ രാജ്യത്തെ സ്പോർട്സിന്റെ തലസ്ഥാനം എന്നും വിളിക്കുന്നു. കാരണം ഈ രാജ്യത്തെ ജനസംഖ്യ 70 ആണ്. സ്പോർട്സ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും വ്യത്യസ്ത മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. ഫുട്ബോൾ, ക്രിക്കറ്റ് അല്ലെങ്കിൽ ടെന്നീസ്, നീന്തൽ തുടങ്ങിയ സ്പോർട്സുകളിൽ പങ്കെടുക്കുന്ന മറ്റെല്ലാ കുട്ടികളും നിങ്ങൾ കാണുന്നിടത്താണ് ഇത് ചെയ്യുന്നത്. ചൂതാട്ടത്തിന്റെ ആരവം ലോകമെമ്പാടും ഉണ്ടെങ്കിലും സുഹൃത്തുക്കളെ, ഓസ്ട്രേലിയയിലെ മുതിർന്നവർക്കിടയിൽ ചൂതാട്ടത്തോട് വ്യത്യസ്തമായ ഒരു ഭ്രാന്താണ് ഇവിടെ. 80 വയസ്സുള്ളപ്പോൾ യുവാക്കൾ ഇതുപോലെയാണ്. അത് ഏതെങ്കിലും തരത്തിലുള്ള ചൂതാട്ടത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു. ലോകത്തിലെ 20 പോക്ക യന്ത്രങ്ങളും ഈ രാജ്യത്തുണ്ട്. ഈ രാജ്യത്ത് എല്ലായിടത്തു നിന്നും ആളുകൾ മദ്യത്തോട് ഇഷ്ടപ്പെടുന്നു. എന്നാൽ ഓരോ വർഷവും 1.35 ട്രില്യൺ കുപ്പി വൈൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. 96 ലിറ്റർ ബിയർ പ്രതിവർഷം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. രാജ്യത്തെ ജനങ്ങളെ, നിങ്ങൾ ലോകമെമ്പാടുമുള്ള നിരവധി തടാകങ്ങൾ കണ്ടിട്ടുണ്ടാക്കണം. എന്നാൽ ഈ തടാകം ഓസ്ട്രേലിയയിൽ പ്രസിദ്ധമാണ്. ഹില്ലർ തടാകം. പിങ്ക് നിറത്തിലുള്ള ഈ തടാകം കാരണം എന്തുതന്നെയായാലും പിങ്ക് നിറമാണ്. 300-ലധികം പാറകളും 350-ലധികം പവിഴങ്ങളും ഉള്ള ഓസ്ട്രേലിയയിൽ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പുത്ത്, അതായത് പവിഴപ്പുത്ത് കാണാൻ ലോകമെമ്പാടുമുള്ള ആളുകൾ എല്ലാ വർഷവും ഈ രാജ്യത്ത് വരുന്നു. 1500-ലധികം ഇനം മത്സ്യങ്ങൾ അതിൽ കാണപ്പെടുന്നു. അത് ബഹിരാകാശത്ത് നിന്ന് പോലും വ്യക്തമായി കാണാൻ കഴിയും. സ്വിറ്റ്സർലൻഡിലാണ് ഏറ്റവും കൂടുതൽ മഞ്ഞുവീഴ്ചയുള്ളതെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ കാത്തിരിക്കുക. സ്വിറ്റ്സർലൻഡിനേക്കാൾ ഇവിടെ ഓസ്ട്രേലിയയിൽ മഞ്ഞുവീഴ്ച സംഭവിക്കുന്നു. ഏറ്റവുമധികം മഞ്ഞുവീഴ്ച കാണുന്ന ഒരു പർവ്വത പ്രദേശമുണ്ട്. സജീവമായ ഒരു അഗ്നിപർവ്വതം പോലും ഇല്ലാത്ത ലോകത്തിലെ ഒരേയൊരു ഭൂഖണ്ഡമാണിത് സുഹൃത്തുക്കളെ. നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈൽ കിട്ടിയാൽ ഉടൻ സംഭവിക്കുന്നത് എന്താണ്? രാവിലെ 7 മണി കഴിഞ്ഞ് 31 മിനിറ്റ്. ശരിയായ ഗ്രിപ്പിൽ ഒരു സെൽഫി എടുക്കുന്നു. എന്നാൽ ലോകത്ത് ആദ്യമായി സെൽഫി എടുത്തത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് സുഹൃത്ത് ഓസ്ട്രേലിയയാണ്. ഏതെങ്കിലും വിമാനത്തിന് അപകടം സംഭവിക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് അതിന്റെ ബ്ലാക്ക് ബോക്സ് തിരയുക എന്നതാണ്. 1953-ൽ ഓസ്ട്രേലിയയിലെ ഡേവിഡ് വാരൻ ആണ് ഈ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയത്. ഈ കക്ഷി ഇവിടെ ഭാര്യ സ്വൈപ്പ് ചെയ്യുന്നു, അതായത് ഭാര്യമാരെ മാറ്റുന്ന. ഇതിൽ ഭർത്താവിന് മറ്റൊരാളുടെ ഭാര്യയുമായി ഒരു ബന്ധമുണ്ട്. അത് വിചിത്രമായി തോന്നുന്നു. സുഹൃത്തുക്കളെ, നിങ്ങളുടെ വീടിന്റെ ശക്തി കൂട്ടിച്ചേർന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്?
ഓസ്ട്രേലിയയിൽ ഇത് മാറ്റുന്നത് വളരെ ലളിതമാണ്. ഇവിടെ വിക്ടോറിയയിൽ ഇത് ചെയ്യുന്നത് പൂർണ്ണമായും നിരോധിച്ചിരിക്കുന്നു.